പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ളത്. കഴിഞ്ഞുപോയ സീസണിൽ ആഷ്ലി വെസ്റ്റ്വുഡിന്റെ വരവിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ വലിയൊരു മാറ്റം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആഷ്ലി വെസ്റ്റ്വുഡിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരേ ഒരു മത്സരത്തിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. മികച്ച പ്രകടനം തന്നെ കോച്ചിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നു. നിലവിലിപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡ് ടീമിൽ തുടരുമോ എന്നതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് നിലവിൽ ചാൻസ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആഷ്ലി വെസ്റ്റ്വുഡുമായി ഏതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ നിക്ഷേപകരുമായി നിലവിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ നിക്ഷേപകരുടെ ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. നിക്ഷേപകരുടെ ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും ആഷ്ലി വെസ്റ്റ്വുഡിന്റെ കാര്യത്തിൽ ഒരു നടപടി എടുത്തേക്കുക. പുതിയ നിക്ഷേപകർ വന്നതിന് ശേഷമായിരിക്കും ആഷ്ലി വെസ്റ്റ്വുഡിനെ നിലനിർത്താനുള്ള ചർച്ചകൾ തുറന്നേക്കുക. അടുത്തൊരു വാർത്ത, നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായിരുന്നു ഫ്രാഞ്ചു. കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു ഫ്രാഞ്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടുപോയ താരത്തിന് FC ഗോവയായിരുന്നു വരുന്ന സീസണിലേക്ക് വേണ്ടി സ്വന്തമാക്കിയിരുന്നത്. ഈ ഒരു ഡ്യൂറന്റ് കപ്പ് FC ഗോവ കളിക്കുന്നില്ലെങ്കിലും വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം FC ഗോവ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ താരങ്ങൾ പരിശീലനമൊക്കെ നടത്തുന്നുമുണ്ട്. FC ഗോവ നിലവിൽ ചില ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ കളിക്കുന്നുമുണ്ട്. ടീം ഇന്നലെ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. 1-4 ഗോളുകൾക്കായിരുന്നു ആ ഒരു സൗഹൃദ മത്സരത്തിൽ FC ഗോവ വിജയിച്ചത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ഫ്രാഞ്ചു ആ ഒരു സൗഹൃദ മത്സരത്തിൽ FC ഗോവയ്ക്ക് വേണ്ടി ഗോൾ നേടി. FC ഗോവയ്ക്ക് വേണ്ടി ഫ്രാഞ്ചു അങ്ങനെ ആദ്യ ഗോൾ നേടിയിരിക്കുകയാണ്. വരുന്ന സീസണിൽ ഫ്രാഞ്ചു FC ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.